വെൽക്കം. റഹ്മാനാണ്. ഹെമറ്റോളജി വീഡിയോ സീരീസിൽ നമ്മൾ ഈ വീഡിയോയിൽ ബ്ലഡ് ഗ്രൂപ്പ്സിനെ പറ്റിയാണ് പറയാം. സോ ഇതിനകത്ത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ്, എങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് നടത്തുക, ദെൻ ഇൻകോമ്പാറ്റബിലിറ്റീസ് എന്തൊക്കെയാണ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 1901 കാൾ ലാൻസ്റ്റീനിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് ആദ്യമായിട്ട് ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം കൊണ്ടുവന്നത്. AB ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു ആദ്യം, പിന്നെ ഇപ്പോൾ അത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. ABO സിസ്റ്റം ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ്, ഇതാണ് മേജർ സിസ്റ്റം ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ്. ദെൻ പിന്നെ മൈനർ ഉള്ളത് RH സിസ്റ്റം. സോ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട സിസ്റ്റം. ഏകദേശം 50-ലധികം ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റംസ് ഉണ്ട്. ആൻഡ് മൊത്തം ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തൊരു 4 ഗ്രൂപ്പ് വരും. ഇതിനകത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു 4 എണ്ണം വരും. സോ ടോട്ടൽ ഒരു 8 ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് 8 തരം ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. സോ ഇതാണ് 8 കോമൺ ടൈപ്പ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ്. നമ്മുടെ ബ്ലഡിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RBC നമ്മൾ വരയ്ക്കുക ഇങ്ങനെയാണ്. ഈ RBCയുടെ സർഫസിൽ ചില ഗ്ലൈക്കോപ്രോട്ടീൻസ് ഉണ്ട്. ഇതൊരു ഗ്ലൈക്കോപ്രോട്ടീൻ ആണ് എന്ന് കരുതുക. ഇവയെ നമ്മൾ ഈ ഗ്ലൈക്കോപ്രോട്ടീനെ നമ്മൾ ആന്റിജൻസ് എന്നാണ് വിളിക്കുക. ഒരാൾക്ക് RBCയുടെ സർഫസിൽ ഏത് ആന്റിജൻ ആണോ ഉള്ളത് അതായിരിക്കും അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജന്മന ഈ RBCയിൽ ഉണ്ട് എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂട്ടീവ്ലി പ്രസന്റ് ഓൺ ദ സെൽ സർഫസ് ഓഫ് ദ RBC. ഇൻട്രായൂട്രൈൻ ലൈഫിൽ തന്നെ ഇത് നമ്മുടെ RBCയിൽ ഉണ്ട് എന്ന് പറയാം. സോ ഇപ്പോൾ ഉദാഹരണം, എനിക്ക് എൻ്റെ ബ്ലഡിൽ ഈ RBCയിൽ ഈ ആന്റിജൻ എന്ന് പറഞ്ഞത് A ആണെങ്കിൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് A ആണ്. സോ അതേപോലെ വേറൊരാൾക്ക് B ആണെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് B ആയിരിക്കും. ഈ രണ്ടും Aയും ഉദാഹരണം ഇത് B ആണെന്ന് വിചാരിക്കുക, വേറെ ഡിസൈനിൽ വരയ്ക്കുക. അത് B ആണെങ്കിൽ Aയും Bയും ഉണ്ടെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് AB ആയിരിക്കും. ഇല്ല, ഇത് രണ്ടും ഇല്ല എങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് O ആയിരിക്കും. സോ ഇതാണ് ഒരു വേ ഓഫ് ക്ലാസിഫിക്കേഷൻ. സോ ബ്ലഡിൽ ഏതാണോ ആന്റിജൻ ഉള്ളത് അതായിരിക്കും അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ്. സോ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് എഴുതാം. ഇവിടെ ആന്റിജൻ ഏതാണെന്ന് എഴുതാം. സോ ബ്ലഡ് ഗ്രൂപ്പ് A മീൻസ് ആന്റിജൻ A ആണ്. ബ്ലഡ് ഗ്രൂപ്പ് B ആണെങ്കിൽ ആന്റിജൻ B ആയിരിക്കും. ബ്ലഡ് ഗ്രൂപ്പ് AB ആണെങ്കിൽ ആന്റിജൻ Aയും Bയും ഉണ്ടായിരിക്കും. ബ്ലഡ് ഗ്രൂപ്പ് O ആണെങ്കിൽ ഒരു ആന്റിജനും ഇല്ല. നമ്മുടെ ശരീരത്തിൽ ഒരു ബേസിക് പ്രിക്കേഴ്സർ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. ബേസിക് പ്രിക്കേഴ്സർ സബ്സ്റ്റൻസ്. സോ ഇത് H എന്ന് പറയുന്ന ഒരു ജീൻ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് H സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നുണ്ട്. H സബ്സ്റ്റൻസ്. ഇനി ഇതാണ് പിന്നീട് ആന്റിജൻസ് ആയിട്ട് മാറുക. ഉദാഹരണം, A ഗ്രൂപ്പ് ഉള്ള ആൾക്കാർക്ക് A ജീൻ ഉണ്ടായിരിക്കും. അവരുടെ ശരീരത്തിൽ A ജീൻ ഉണ്ടാകും. ഈ A ജീൻ എന്ന് പറയുന്നത് ഇത് A ആന്റിജൻ ആക്കി മാറ്റും. ഈ ആന്റിജനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, ഈ ആന്റിജൻ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഒലിഗോസാക്കറൈഡ്സ് ആണ്, ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ്. ഈ ഗ്ലൈക്കോപ്രോട്ടീൻസ് എയുടെ അറ്റത്ത് ടെർമിനൽ ഷുഗർ എന്ന് പറയുന്നത് N-അസറ്റൈൽ ഗാലക്ടോസമിൻ ആണ്. ഗാലക്ടോസമിൻ എന്ന് പറയുന്ന ഒരു ഷുഗർ ആണ് ഇതിന്റെ അറ്റത്ത്. ഇനി ബി ഗ്രൂപ്പ് ആവുന്നവരിൽ ഇതേപോലെ B ജീൻ ഉണ്ടായിരിക്കും. അത് ഇതിന് പകരം N-അസറ്റൈൽ ഗ്ലൂക്കോസമിന് പകരം ഏറ്റവും അവസാനത്തെ ഷുഗർ ഗാലക്ടോസ് ആയിരിക്കും. ഗാലക്ടോസ് ഷുഗർ ആയിരിക്കും. സോ ഇവിടെ ഈ ഇവിടെ ഉള്ള ചെറിയ വ്യത്യാസങ്ങളാണ് A ഗ്രൂപ്പും B ഗ്രൂപ്പും ആന്റിജനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി A ജീനും B ജീനും ഒരാളിൽ ഇല്ല എന്ന് കരുത്. അങ്ങനെ ഇല്ലാത്തവരിൽ അവരിലാണ് O ഗ്രൂപ്പ് ഉണ്ടാവുക, O ഗ്രൂപ്പുകാർ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ O ഗ്രൂപ്പുകാരിലും H ജീൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവരിൽ ആന്റിജൻ ഇല്ല. പക്ഷെ അവരിൽ ബേസിക് പ്രിക്കേഴ്സർ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം അവരിൽ ഉണ്ട്. സോ ഇതിനെപ്പറ്റി ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമുക്കിത് പറയണം. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറഞ്ഞത്. സോ നമ്മൾ ആന്റിജൻ കണ്ടു. ഇനി ലാൻസ്റ്റീനേഴ്സ് ലോ പ്രകാരം, ലോ ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ്, ലാൻസ്റ്റീനേഴ്സ് ലോ ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉണ്ട്. ലോ ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് പ്രകാരം അത് പറയുന്നത്, നിങ്ങളുടെ ബ്ലഡിൽ ആന്റിജൻ A ഉണ്ടെങ്കിൽ, ഇത് ആന്റിജൻ ആണ്, ആന്റിജൻ A ഉണ്ടെങ്കിൽ സെയിം ആന്റിബോഡി വിൽ നോട്ട് ബി പ്രസന്റ്. ഇവിടെ ഒരു ആന്റിബോഡിനെ പറ്റി കൂടി നമുക്കിനി പറയണം. സോ ആ സെയിം ആന്റിബോഡി, ദാറ്റ് മീൻസ് ആന്റിബോഡി A ഉണ്ടാവില്ല എന്നാണ് പറയാം. ഓർ കറസ്പോണ്ടിങ് ആന്റിബോഡി ഉണ്ടാവില്ല എന്നാണ്. അല്ലെങ്കിൽ ഇഫ് യുവർ ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻ ഈസ് A ആണ് ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻ എങ്കിൽ നിങ്ങളുടെ ബ്ലഡിലെ സിറത്തിൽ, പ്ലാസ്മയിൽ ആന്റിബോഡി B ഉണ്ടായിരിക്കുമെന്നാണ്. സോ A ഗ്രൂപ്പ് ഉള്ള ആൾക്കാർക്ക് ആന്റിബോഡി B ഉണ്ടായിരിക്കും. സോ ആന്റിബോഡി നമ്മൾ എഴുതുക ചെറിയ അക്ഷരത്തിൽ B എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും ആന്റിബോഡി B ഇങ്ങനെ എഴുതും. ഓക്കെ, സാധാരണ ചെറിയ അക്ഷരത്തിലാണ് ആന്റിബോഡി എഴുതുക. സോ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ
ആന്റിജൻ എ ഉണ്ടായിരിക്കും, RBCയിൽ ഉണ്ടായിരിക്കും, പക്ഷേ പ്ലാസ്മയിൽ ആന്റിബോഡി ബി ആയിരിക്കും ഉണ്ടാവുക. സോ ഈ കോളം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആന്റിബോഡി അപ്പോൾ എ ആയിരിക്കും ഉണ്ടാവുക. AB ബ്ലഡ് ഗ്രൂപ്പുകാർക്കോ 2 ആന്റിബോഡിയും ഉണ്ടാവില്ല. O ബ്ലഡ് ഗ്രൂപ്പുകാർക്കോ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആന്റിജൻ ഇല്ല, പക്ഷെ ആന്റിബോഡി എയും ഉണ്ട്, ബിയും ഉണ്ടായിരിക്കും. 2 തരം ആന്റിബോഡിയും ഉണ്ടായിരിക്കും. സോ ഇതാണ് സാധാരണ O ബ്ലഡ് ഗ്രൂപ്പുകാരുടെ അവസ്ഥ. 2 തരം ആന്റിബോഡിയും ഉണ്ടായിരിക്കും. പക്ഷെ O ഗ്രൂപ്പ് ഉള്ളവരുടെ ആൾക്കാരുടെ 2 പേരുടെ ബ്ലഡ് അങ്ങ് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കട്ട പിടിക്കും. അതെന്താണെന്ന് പരിശോധിച്ചപ്പോഴാണ് നമ്മൾ അവരിൽ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരിൽ എന്താണെന്ന് വെച്ചാൽ H ജീൻ എന്ന് പറയുന്നത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് H ജീൻ ഇല്ല. സോ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഈ H ജീൻ എന്ന് പറയുന്നത് ഇല്ല. പക്ഷേ ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് H ജീൻ ഇല്ലാത്തത് കൊണ്ട് ആന്റിബോഡി എ ഉണ്ട്, ആന്റിബോഡി ബി ഉണ്ട്, അതിന്റെ കൂടെ ആന്റിബോഡി എയും ബിയും പ്ലസ് ആന്റിബോഡി H കൂടി ഉണ്ടാകും. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ O ഗ്രൂപ്പുകാരും ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാരും. ദേ ആർ O ഗ്രൂപ്പ് ബട്ട് ദേ ഹാവ് അഡീഷണൽ ആന്റിബോഡി H കൂടി അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. സോ ഇതാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയാം. ആന്റിജൻ എന്താണെന്ന് നമ്മൾ കണ്ടു. ആന്റിജൻ RBCയുടെ പുറത്തുള്ളതാണെന്ന് കണ്ടു. ആന്റിബോഡി എന്ന് പറയുന്നത് ബ്ലഡ് പ്ലാസ്മയിലുള്ളതാണെന്ന് കണ്ടു. പക്ഷെ എന്താണ് ഈ ആന്റിബോഡി? ഈ ആന്റിബോഡി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ആന്റിബോഡി നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ഇല്ല, ജന്മന ഇല്ലാത്ത സാധനമാണ് ഈ ആന്റിബോഡി. ജനിക്കുന്ന സമയത്ത് നമ്മുടെ പ്ലാസ്മയിൽ ഈ ആന്റിബോഡികൾ ഇല്ല എന്ന് മനസ്സിലാക്കുക. പിന്നീട് നമ്മുടെ ഒരു 2nd വീക്ക് ഒക്കെ കഴിയുമ്പോഴത്തേക്കും, ഒരു 10ാം ദിവസമൊക്കെയാണ്, അല്ലെങ്കിൽ 2nd 3rd വീക്കിലാണ് ഇത് ഉണ്ടായി തുടങ്ങുക, നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി തുടങ്ങുക അപ്പോഴാണ്. മാത്രമല്ല അതെങ്ങനെ അങ്ങ് പോയൊരു 10th ഇയർ 10ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും ആന്റിബോഡിയുടെ എമൗണ്ട് പീക്ക് ആവും. പിന്നീട് പതിയെ കുറഞ്ഞു വരും. ആൻഡ് ഈ ആന്റിബോഡി എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ M ടൈപ്പ് ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ M ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ M ഓർ IgMന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബ്ലഡ് പ്ലാസെന്റൽ ബാരിയർ ക്രോസ് ചെയ്യാനായിട്ട് പറ്റില്ല, ക്രോസ് ചെയ്യില്ല എന്നുള്ളതാണ്. സോ ഗർഭകാലത്ത് അമ്മയുടെ അതിൻ്റെ അകത്ത് കുട്ടി ഉണ്ടെന്ന് കരുതുക, അമ്മയുടെയും കുട്ടിയുടെയും തമ്മിൽ ഇത് ആന്റിബോഡീസ് മിക്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കടക്കുന്നില്ല. സോ ഈ ആന്റിബോഡീസ് മൂലം ഗർഭകാലത്ത് അമ്മയ്ക്കോ കുട്ടിക്കോ യാതൊരു പ്രശ്നവും ഇല്ല. ഇനി ഈ ആന്റിബോഡീസ് ഒരു 10ാമത്തെ ദിവസമൊക്കെയാണ് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു. ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നും ഇല്ല സത്യത്തിൽ. ഇപ്പൊ പറയുന്നത് ബൈ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ, അങ്ങനെയോ ഫുഡ് വഴിയോ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയ വഴിയോ ഫുഡ് വഴിയോ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്നാണ് നമ്മളിപ്പോൾ കണക്കാക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അതിന്റെ ആൻസർ അറിയില്ല. സോ ആന്റിബോഡീസ് മൂലം നമുക്ക് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണം അല്ലെങ്കിൽ ദോഷം എന്ന് വെച്ചാൽ മറ്റ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരിൽ നിന്ന് നമുക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ ആന്റിബോഡി എ ഉണ്ടെങ്കിൽ A ഗ്രൂപ്പിൽ നിന്ന് B ഗ്രൂപ്പുകാർക്ക് രക്തം സ്വീകരിക്കാൻ പറ്റില്ല, കാരണം അവിടെ ആന്റിബോഡി എ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഇനി 2ാമത്തെ ടൈപ്പ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ABO ടൈപ്പ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. ഇനി നമുക്ക് പറയേണ്ടത് RH സിസ്റ്റം ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. സോ ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് റീസസ് മങ്കിയിലാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ RH എന്ന വാക്ക് വിളിക്കുക. ഇതും നമ്മുടെ RBCയുടെ സർഫസിൽ തന്നെയാണ്. RBCയുടെ സർഫസിൽ തന്നെയുള്ള ഒരു പ്രോട്ടീനാണ് ഇതും. ഓക്കെ, ഇതൊരു ഗ്ലൈക്കോപ്രോട്ടീൻ അല്ല, പ്രോട്ടീനാണ്. സോ ഇത് ഗ്ലൈക്കോപ്രോട്ടീൻ ആയിരുന്നു, ഇത് പക്ഷേ ഗ്ലൈക്കോപ്രോട്ടീൻ അല്ല, പ്രോട്ടീൻ മാത്രമാണ്. ആൻഡ് പലതരം ആന്റിജൻസ് ഉണ്ട്, ABCD അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും വി കൺസിഡർ ഓൺലി ഡിനെ മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ പ്രോട്ടീനെ നമ്മൾ RH ഫാക്ടർ എന്നാണ് വിളിക്കുക, RH ഫാക്ടർ. ഇപ്പൊ എൻ്റെ RBCയിൽ ഈ RH ഫാക്ടർ ഉണ്ട് എന്ന് കരുതി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് ആദ്യം കണ്ടെത്തി, ഇതുണ്ട്. സോ ആന്റിജൻ A ഉണ്ട്, RH ഫാക്ടറിന്റെ ആന്റിജൻ ഇതും ഉണ്ടെങ്കിൽ ഞാൻ A പോസിറ്റീവായി. സോ അപ്പൊ നമുക്ക് ഈ കോളം കുറച്ചും കൂടി ഒന്ന് വലുതാക്കാം. ഈ കോളം വലുതാക്കി കഴിഞ്ഞാൽ ഇത് ബ്ലഡ് ഗ്രൂപ്പ് ആണ്, ഇത് ആന്റിജൻ ആണ്, ആന്റിബോഡി ആണ്. ഇനി RH കൂടി എഴുതുകയാണെങ്കിൽ നമുക്കിവിടെ, ഞാനിപ്പോൾ RH പോസിറ്റീവ് ഉള്ളവനാണെങ്കിൽ ഞാൻ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവായ ബ്ലഡ് ഗ്രൂപ്പ്. RH ഇല്ലെങ്കിലോ, ഇതില്ലെങ്കിൽ ഞാൻ നെഗറ്റീവുകാരനായി. ഓക്കെ, അതേപോലെ B പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, AB പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, O പോസിറ്റീവ് ആകാം, O നെഗറ്റീവ് ആകാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ലാൻസ്റ്റീനർ ലോ അനുസരിക്കുന്നില്ല. ലാൻസ്റ്റീനേഴ്സ് റൂൾ പ്രകാരം എന്തായിരുന്നു പറഞ്ഞത്? ആന്റിജൻ A ഉണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ ആന്റിബോഡി B ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇവിടെ ഒരു ആന്റിജൻ RH ഫാക്ടർ ഉണ്ട്, പക്ഷെ അവരുടെ ശരീരത്തിൽ ആന്റിബോഡി അതിനെതിരായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ദാറ്റ് മീൻസ് RH പോസിറ്റീവ് ഉള്ളവന് എതിരായിട്ട് മറ്റൊരു ആന്റിബോഡിയും ബ്ലഡിൽ ഇല്ല. ഇഫ് മൈ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് RH പോസിറ്റീവ്, ഐ ഡോണ്ട് ഹാവ് എനി നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു ഒരു ആന്റിബോഡി ഇല്ല എന്നുള്ളതാണ്. നെഗറ്റീവ് ഉള്ളവനും തിരിച്ചുമില്ല. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ RH നെഗറ്റീവ് ഉള്ള ഒരു മനുഷ്യൻ, അയാളൊരു ബ്ലഡ് എങ്ങനെയെങ്കിലും ആക്സിഡന്റ് ആയിട്ട് RH പോസിറ്റീവ് സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ RH പോസിറ്റീവ് എത്തി. സോ ദിസ് ആൻ ആന്റിജൻ, ഇത് ആന്റിജൻ
ആന്റിജനാണ്, ശരീരം എന്ത് ചെയ്യും? ശരീരം ആന്റിജനെതിരെ ആന്റിബോഡി ഉണ്ടാകും. എങ്ങനെയാണ് സാധാരണ ശരീരം ആന്റിബോഡി ഉണ്ടാക്കുന്നത്? അതേ പ്രൊസീജിയറിൽ ശരീരം ആന്റിബോഡി RH പോസിറ്റീവിനെതിരെ ഒരു ആന്റിബോഡി ശരീരം തന്നെ ഉണ്ടാക്കി എടുക്കും. അതാണ് വ്യത്യാസം. സ്വതവേ ഇല്ല. RH പോസിറ്റീവ് ഉള്ള ഒരാൾക്ക് RH നെഗറ്റീവ് ഉള്ള ബ്ലഡ് സ്വീകരിച്ചാൽ ഒരു കുഴപ്പമില്ല. നെഗറ്റീവ് ആണെങ്കിൽ അദ്ദേഹത്തിന് സ്വീകരിക്കാം. തിരിച്ചാൽ മാത്രമാണ് പ്രശ്നം. RH നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ RH പോസിറ്റീവ് സ്വീകരിച്ചാൽ അയാൾക്ക് പ്രശ്നം ഉണ്ടാവും. ഇനി RH പോസിറ്റീവ് നെഗറ്റീവിന്റെ നമുക്ക് ഒരു ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് പുറകെ പറയാം. ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് RH ഓർ RH ഇൻകോമ്പാറ്റബിലിറ്റി നമുക്ക് തൊട്ട് പുറകെ പറയാം. നമുക്കൊരു അല്പം ജനറ്റിക്സ് ആവാം. സോ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് കരുതുക. ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ അയാളുടെ ഫീനോടൈപ്പ് ആണ് A എന്ന് വെച്ചാൽ പുറത്ത് കാണുന്നതാണ് A. ഫീനോടൈപ്പ് ആണ് A. ഫീനോടൈപ്പ്. പക്ഷെ അയാൾ വേണമെങ്കിൽ AA ആയിരിക്കാം, അല്ലെങ്കിൽ A നോട്ട് ആയിരിക്കാം. എന്ന് വെച്ചാൽ അയാൾ ഹോമോസൈഗസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹെറ്ററോസൈഗസ് ആയിരിക്കാം. ഹെറ്ററോസൈഗസിൽ A ഉള്ളതുകൊണ്ട് A ഗ്രൂപ്പാണ്. ഹോമോസൈഗസിൽ എന്തായാലും അയാളുടെ ഗ്രൂപ്പ് തന്നെയാണ്. സോ പേരന്റ് Aയും മറ്റേ പേരന്റ് A ആയിട്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അയാൾ ജനിച്ചത് AA ആയിരിക്കും. ഇനി നമുക്ക് മറ്റൊരു സിറ്റുവേഷൻ നോക്കാം. ഒരു പേരന്റ് AO ആണ്, അയാൾ ഹെറ്ററോസൈഗസ് ആണ് എന്ന് കരുതുക. അടുത്ത പേരന്റും BO ആണ് എന്ന് വെച്ചാൽ അയാൾ ഹെറ്ററോസൈഗസ് ആണ്. ഇനി ഇവർക്കുണ്ടാകുന്ന കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ കുട്ടിക്ക് AO തന്നെ ആകാം, അല്ലെങ്കിൽ ഇവിടുന്ന് Aയും ഇവിടുന്ന് Bയും കൂടി ചേർന്നിട്ട് AB ബ്ലഡ് ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ ഇവിടുന്ന് BO തന്നെ ആകാം, കാരണം ഇവിടെ O ഉണ്ട്, അല്ലെങ്കിൽ രണ്ടിലെയും OO ചേർന്ന് കഴിഞ്ഞാൽ O ആയിരിക്കും. സോ ഇങ്ങനെ വരാം. സോ ഇതിൽ ഏത് വേണമെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ട് വരാം. പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ പറയുന്നില്ല. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത് മെന്റലിയൻ റൂൾസ് അനുസരിച്ചിട്ടാണ്, ജനറ്റിക്കൽ റൂൾ അനുസരിച്ചിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുക. സോ അതിനകത്ത് തന്നെ ഹോമോസൈഗസ് ഉണ്ടായിരിക്കാം, ഹെറ്ററോസൈഗസ് അല്ലെങ്കിൽ ഡോമിനന്റ് ആൾക്കാരുണ്ടായിരിക്കാം, റെസസീവ് ജീനോടൈപ്പ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ സാധാരണ പുറത്ത് കാണുന്നത് ഫീനോടൈപ്പ് മാത്രമായിരിക്കും പുറത്ത് കാണുക എന്നുകൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നു, ഡിറ്റർമിനേഷൻ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ ആന്റിജനെ നമ്മൾ അഗ്ലൂട്ടിനോജൻ എന്നാണ് ഇനി വിളിക്കാൻ പോവുക. അഗ്ലൂട്ടിനോജൻ, കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ ജൻ ഉണ്ട്, ഇവിടെയും ജൻ ഉണ്ട്. ആന്റിബോഡിയെ നമ്മൾ വിളിക്കുക അഗ്ലൂട്ടിനിൻ എന്നാണ് വിളിക്കുക. അഗ്ലൂട്ടിനിൻ എന്ന് വിളിക്കാം. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എന്ത് പറ്റും? രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ നടക്കും. ബ്ലഡ് കട്ട പിടിക്കും, ഹിമലൈസിസ് ഉണ്ടാകും. സോ അങ്ങനെ ഇതാണ് നമ്മൾ നോക്കുക. ഇതാണ് ഫൈനൽ എൻഡ് പോയിന്റ്. സോ ദിസ് ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിനേഷൻ ഇസ് ബേസ്ഡ് ഓൺ ലാൻസ്റ്റീനേഴ്സ് ലോ ആണ്. അപ്പൊ നമുക്ക് 3 സ്ലൈഡ് എടുക്കാം. ഒരു സ്ലൈഡ് ഇവിടെ എടുക്കുന്നു. ദെൻ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ ആന്റിബോഡിയാണ് ആഡ് ചെയ്യുക, ഓർ അഗ്ലൂട്ടിനിൻ A ആണ് ആഡ് ചെയ്യുക. അതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു നീല കളറാണ്. ഞാൻ നീല കളറാണ്. ഓക്കെ. രണ്ടാമത്തെ സെക്കൻഡ് സ്ലൈഡ് എടുക്കുന്നു. സെക്കൻഡ് സ്ലൈഡിൽ നമ്മൾ ആദ്യമേ 3 സ്ലൈഡ് എടുക്കുന്നു പറഞ്ഞു. 3 സ്ലൈഡ് വരച്ചു വെച്ചേക്കാം, കളർ മാറ്റാൻ സുഖമാണ്. സോ 3 സ്ലൈഡ്. സാറിന് 4ാമത്തെ സ്ലൈഡ് കൂടി എടുക്കാറുണ്ട്. അത് ജസ്റ്റ് കൺട്രോൾ ആണ്. ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല, 3 സ്ലൈഡിനെ പറ്റി പറയാം. ഇനി രണ്ടാമത്തെ സ്ലൈഡിലോ സെക്കൻഡ് സ്ലൈഡിൽ നമ്മൾ ആന്റിബോഡിയാണ് എടുക്കുക. അത് പ്രിപ്പയർഡ് ആയിട്ട് കിട്ടുന്ന ആന്റിബോഡിയാണ്. അതിനൊരു യെല്ലോ കളറാണെന്ന് വിചാരിക്കുക. ആൻഡ് മൂന്നാമത്തേത് നമ്മൾ ആന്റി-D ആണ് ആഡ് ചെയ്യുക. ആന്റി-Dക്ക് കളർലെസ് ആണ്. ഇപ്പൊ ഞാനിപ്പോ തൽക്കാലം ഇവിടെ ഒരു ബ്ലാക്ക് കളർ തന്നെ കൊടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സാധനം എടുക്കുന്നു. ഇതിനുശേഷം നമ്മൾ നമ്മുടെ വിരൽ മെത്തിലേറ്റഡ് കോട്ടൺ വൂൾ കൊണ്ടുവന്ന് സ്റ്റെറിലൈസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു പ്രിക്ക് കൊടുക്കുന്നു. പ്രിക്ക് കൊടുത്തിട്ട് ഒരു തുള്ളി 1-2 തുള്ളി ബ്ലഡ് എടുത്തിട്ട് പെട്രി ഡിഷിലാക്കുന്നു. അല്പം നോർമൽ സലൈൻ ആഡ് ചെയ്യുന്നു. അപ്പൊ ഡയലൂട്ട് ചെയ്യുന്നു. സോ ഡയലൂട്ട് ചെയ്ത ബ്ലഡ് എടുക്കുന്നു. ആൻഡ് വി ആർ ആഡിങ് ബ്ലഡ്. നമ്മൾ ബ്ലഡ് ഇതിനകത്തേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാണ്. ഇതിനകത്തേക്കും നമ്മുടെ ബ്ലഡ് ആഡ് ചെയ്തു. ഓക്കെ. 1-2 തുള്ളി വീതം ഡയലൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിരിക്കുന്നു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇപ്പോൾ ആദ്യത്തെ സ്ലൈഡിലാണ് കട്ട പിടിച്ചതെങ്കിൽ എന്താണ് അർത്ഥം? ഇവിടെയാണ് അഗ്ലൂട്ടിനേഷൻ നടന്നിരിക്കുന്നത്. ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ തരിതരി പോലെ വരും. അതിന്റെ അർത്ഥം നിങ്ങൾ A ബ്ലഡ് ഗ്രൂപ്പ് ആണ് നിങ്ങളുടെ എന്നാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഹാവ് ആഡഡ് ആന്റി-A ആണ് ഇതിനകത്ത് കിടക്കുന്നത്. ആന്റി-A ആണ് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തത്. പ്ലസ് നമ്മുടെ ബ്ലഡിലുള്ള A ആന്റിജൻ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കട്ട പിടിക്കും. സ്വാഭാവികം. സോ യു ആർ A, ബ്ലഡ് ഗ്രൂപ്പ് ഇസ് A. കട്ട പിടിക്കുന്ന ഇവിടെയാണെങ്കിലോ, ഇവിടെ കട്ട പിടിച്ചാൽ നിങ്ങൾ B ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഇവിടെയും കട്ട പിടിച്ചു, ഇവിടെയും കട്ട പിടിച്ചു. 2 സ്ഥലത്തും ആണെങ്കിൽ നിങ്ങൾ AB ആണ്. ഇവിടെയും ഒന്നും സംഭവിച്ചില്ല, ഇവിടെയും ഒന്നും സംഭവിച്ചില്ലെങ്കിൽ യു ആർ O ഗ്രൂപ്പ് ആണ്. ഓക്കെ. ഇത്രയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇനി മൂന്നാമത്തെ സ്ലൈഡ്, തേർഡ് സ്ലൈഡിൽ നമ്മൾ ആഡ് ചെയ്തത് എന്തായിരുന്നു? നമ്മൾ ആഡ് ചെയ്തത് ഇമ്യൂണോഗ്ലോബുലിൻ D ആണ്, അല്ലെ? IgD ആണ് നമ്മൾ ആഡ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇതിന്റെ ആന്റിബോഡി ഫോർ D ആണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് D, ഇഫ് യു ആർ RH പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ കട്ട പിടിക്കണം. അവിടെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ്
ഗ്രൂപ്പ് പോസിറ്റീവ് ആണ്, ഇവിടെയും കട്ട പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആണ്. സോ ഇതുമായിട്ട് നോക്കുക, ഇവിടെയും കട്ട പിടിച്ചിട്ടുണ്ട്, ഇവിടെയും കട്ട പിടിച്ചിട്ടുണ്ട്, ഇവിടെയും കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ AB പോസിറ്റീവ് ആണ്. ഇവിടെയും കട്ട പിടിച്ചിട്ടില്ല, ഇവിടെയും കട്ട പിടിച്ചിട്ടില്ല, ഇവിടെയും കട്ട പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ O നെഗറ്റീവ് ആണ്. ഇവിടെ കട്ട പിടിച്ചിട്ടില്ല, ഇവിടെ കട്ട പിടിച്ചിട്ടില്ല, ഇവിടെ മാത്രമേ കട്ട പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ O പോസിറ്റീവ് ആണ്. സോ എല്ലാം ഞാൻ പറയുന്നില്ല. സോ ഇതാണ് ബ്ലഡ് ഗ്രൂപ്പിംഗിന്റെ മെത്തേഡ്. സോ ആന്റിബോഡി റിയാക്ട്സ് വിത്ത് ആന്റിജൻ. നമ്മൾ ആദ്യം ആന്റിബോഡിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അതിനകത്തേക്ക് നമ്മൾ ആന്റിജൻ, നമ്മുടെ ബ്ലഡിലുള്ള ആന്റിജൻ വരുമ്പോഴത്തേക്കും കട്ട പിടിക്കും, അങ്ങനെ അഗ്ലൂട്ടിനേഷൻ നടക്കുന്നതാണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ്. സോ ദിസ് ഈസ് ഹൗ വി ഡു ഡിറ്റർമിനേഷൻ ഓഫ് അവർ ബ്ലഡ് ഗ്രൂപ്പ്. ഇനി നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിൽ പറയാനുള്ളത് RH ഇൻകോമ്പാറ്റിബിലിറ്റിയെ കുറിച്ചിട്ടാണ്. അതിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പേര് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, FOETALIS ഫീറ്റാലിസ് എന്നാണ് സാധാരണ അതിന്റെ ഫേമസ് ആയിട്ടുള്ള പേര്. ഓർ ഹീമോലിറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ, അങ്ങനെയും പറയും. ഹീമോലിറ്റിക് ഡിസീസ് ആണ്, ബ്ലഡ് ഹീമോലിസിസ് നടക്കുന്ന ഒരു അസുഖമാണ്. സോ ഇവിടെ അമ്മ, ഗർഭപാത്രം വരയ്ക്കാം, ഇവിടെ അമ്മ എന്ന് പറയുന്നത് RH നെഗറ്റീവ് ആണ്, RH നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അമ്മ. പക്ഷെ കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കുകയാണ്, അത് RH പോസിറ്റീവ് ആണ് എന്ന് കരുതുക. സോ ആദ്യ ഗർഭത്തിൽ ഒരു കുഴപ്പമില്ല, ആദ്യ ഗർഭമാണത്, ആദ്യ ഗർഭത്തിൽ കുട്ടി RH പോസിറ്റീവ് ആണ്, അമ്മ RH നെഗറ്റീവ് ആണ്, ഒരു കുഴപ്പമില്ല, ഗർഭത്തിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ പ്രസവ സമയത്ത് കുട്ടിയുടെ അംബലിക്കൽ കോഡ് കട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ബ്ലഡും അമ്മയുടെ ബ്ലഡും ആയിട്ട് ചെറുതായിട്ട് മിക്സ് ആകും. പ്രസവം കഴിയുന്നു, കുട്ടിയൊക്കെ അമ്മ ഒക്കെ ഒരു പ്രശ്നമില്ല, പക്ഷെ ഈ ബ്ലഡ് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്, ശരീരത്തിന് ഇത് അറിയാം. സോ RH നെഗറ്റീവ് ആയിട്ടുള്ള അമ്മയിൽ RH പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് കുറച്ച് എത്തിയിട്ടുണ്ട്. സോ എന്ത് ചെയ്യും? നമ്മൾ അമ്മയുടെ ശരീരം RHനെതിരെ ആന്റിബോഡി ഉണ്ടാക്കി വെക്കും. ആന്റിബോഡി അടുത്ത തവണ വന്നു കഴിഞ്ഞാൽ പണി കൊടുക്കണം, അതാണ് ലക്ഷ്യം. ആന്റിബോഡീസ് വിൽ ബി പ്രൊഡ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ അമ്മ അടുത്ത തവണ വീണ്ടും ഗർഭിണിയാകുകയാണ്. അപ്പോൾ കൊച്ചു RH നെഗറ്റീവ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. പക്ഷെ കൊച്ചു വീണ്ടും RH പോസിറ്റീവ് ആണെങ്കിൽ എന്ത് പറ്റും? ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള RHനെതിരായിട്ടുള്ള ആന്റിബോഡീസ് ഇങ്ങോട്ട് കയറും. ഇത് കയറാൻ കാരണം ഇത് ഇമ്മ്യൂണോഗ്ലോബുലിൻ G ടൈപ്പ് ആണ്, IgM അല്ല, IgG ആണ്. IgGക്ക് പ്ലാസന്റയിലൂടെ കടന്നു പോകാനായിട്ട് പറ്റും, കുട്ടിയുടെ ബ്ലഡിനകത്തേക്ക് എത്തും. സോ അമ്മയുടെ ആന്റിബോഡീസ് IgG ആണ്, പ്ലാസന്റയിലൂടെ കുട്ടിയിലേക്ക് കടക്കും. കുട്ടിയുടെ ബ്ലഡിലുള്ള RBCക്ക് എതിരായിട്ട്, ബിക്കോസ് RBCയുടെ പുറത്താണ് എന്തുള്ളത്, ഈ സാധനം ഉള്ളത്. സോ അതിനെ അറ്റാക്ക് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ഓർ ഹീമോലിറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ എന്ന് പറയാം. സോ കുട്ടിയുടെ RBC ആക്രമിക്കപ്പെടുന്നു. RBC ആക്രമിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് RBC പ്രതികരിക്കും, കുട്ടിയുടെ ശരീരം പ്രതികരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ സംഭവിക്കുക, കുട്ടിയുടെ ബ്ലഡിൽ നിന്ന് കൂടുതലായിട്ട് ബ്ലാസ്റ്റ് സെൽ, ഇമ്മച്യൂർ ആയിട്ടുള്ള ബ്ലാസ്റ്റ് സെൽ കൂടുതലായിട്ട് പുറത്തേക്ക് വരും. അപ്പൊ അതിനെ പ്രതിരോധിക്കാം. സോ ബ്ലാസ്റ്റ് സെൽ പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ് എറിത്രോബ്ലാസ്റ്റോസിസ് എന്ന പേര് വരിക, ഫീറ്റാലിസ് എന്ന് പേര് വരിക. രണ്ടാമത് സംഭവിക്കുക, ഈ ആക്രമിക്കപ്പെട്ട RBC നശിച്ചു പോകുമ്പോഴത്തേക്കും ബിലിറൂബിൻ കൂടുതലായിട്ടുണ്ടാകും. സോ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന പ്രശ്നമാണ് ലഘുവായിട്ട് ഉണ്ടാകാവുന്നത്. രണ്ട്, കൂടുതലായിട്ട് ഹീമോലിസിസ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ബിലിറൂബിൻ ഉണ്ടായിട്ടുള്ള ബിലിറൂബിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുക. കാരണം കുട്ടികളിലെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ നോട്ട് ഡെവലപ്പ്, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ശരിയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. സോ കുട്ടിയുടെ തലച്ചോറിനകത്തേക്ക് ഇതെത്തും, തലച്ചോറിനകത്ത് മോട്ടോർ ഏരിയ അവിടേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും സീരിയസ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും, മോട്ടോർ പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ കെർണിക്ടറസ് എന്ന് പറയാം. സോ കെർണിക്ടറസ് ഉണ്ടാക്കാം. ഓർ മൂന്നാമത്തത്, കുറച്ചും കൂടി കെർണിക്ടറസ് ഈസ് വെരി സീരിയസ് കണ്ടീഷൻ ആണ്. ദെൻ മൂന്നാമത്തത് ഉണ്ടാക്കാവുന്നത് സീരിയസ് ആയിട്ടുള്ള ഹൈഡ്രോപ്പ് ഫീറ്റാലിസ് എന്നാണ്. ഹൈഡ്രോപ്സ് ഫീറ്റാലിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം മൊത്തം നീർത്തു വരിക, സ്പ്ലീനോമെഗാലി, ഹെപ്പറ്റോമെഗാലി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് സീരിയസ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്. ഇല്ലെങ്കിൽ മാനസിക വളർച്ചയില്ലാത്ത കുട്ടിയായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റിൽ ബർത്ത് ആകാം. സ്റ്റിൽ ബർത്ത് എന്ന് വെച്ചാൽ കുട്ടി ജനിക്കുമ്പോൾ തന്നെ മരിച്ചിട്ടായിരിക്കും ജനിക്കുക, ഇല്ലെങ്കിൽ അബോർഷൻ സംഭവിക്കാം. സോ ഇങ്ങനെയൊക്കെ അടുത്ത സബ്സിക്വന്റ് പ്രഗ്നൻസിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ചിലപ്പോൾ രണ്ടാമത്തേൽ തന്നെ സംഭവിക്കണമെന്നില്ല, രണ്ടാമത്തേൽ ചെറുതായിട്ടൊക്കെ ആയിരിക്കും, മൂന്നാമത്തേലും നാലാമത്തേലും ഒക്കെ ഇത് സംഭവിക്കാം. സോ വാട്ട് വി ക്യാൻ ഡു, ഇതിനെന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് കുട്ടിയിലാണ്, ചൈൽഡ് ഫീറ്റസിലാണ് ആദ്യത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഫീറ്റസിന് ആദ്യത്തേത് എക്സ്ചേഞ്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ്, ബ്ലഡ് മാറ്റുക, എക്സ്ചേഞ്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുക. ദെൻ ഫോട്ടോതെറാപ്പി ഉണ്ട്, ഫോട്ടോതെറാപ്പി കൂടെ ചെയ്യാം. ഇത് രണ്ടുമായിരിക്കും കുട്ടിയിൽ ആദ്യം ചെയ്യുക. രണ്ടാമത്തത് പ്രിവെൻഷൻ ആണ്. പ്രിവെൻഷൻ ഫോർ ഹും, പ്രിവെൻഷൻ അമ്മയ്ക്കാണ്, മദറിന് നമുക്ക് കൊടുക്കാവുന്ന ആന്റി-D ഇഞ്ചക്ഷൻ ആണ്. ആന്റി-D ഇഞ്ചക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ, RH ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ എന്ന് പറയാം. സോ ഡെവലപ്മെന്റ് ഓഫ് ആന്റിബോഡീസ് ഇല്ലാതെ തടയുക എന്നുള്ളതാണ്, പുതുതായിട്ട് ആന്റിബോഡീസ് ഉണ്ടാവുന്നത് തടയുക. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുക. ഈ ഇഞ്ചക്ഷൻ പക്ഷേ വിത്തിൻ 72 hours, 72 hours അമ്മയ്ക്ക് കൊടുക്കേണ്ടതും കൂടി ഉണ്ട്, എന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇനി നമുക്ക് അവസാനം കുറച്ച് സ്റ്റാറ്റിക്സ്, കണക്കുകൾ പോലെയുള്ള കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ പറയാം. സോ ഏറ്റവും കൂടുതൽ ഉള്ളത് RH പോസിറ്റീവുകാരാണ്. മിക്കവാറും എല്ലാ 80% മുകളിലും ആൾക്കാർ RH പോസിറ്റീവ് ആയിരിക്കും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും മോസ്റ്റ് കോമൺ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് O ഗ്രൂപ്പാണ് എന്ന് പറയുന്നത്. O ഗ്രൂപ്പാണ് ഒരു 30-35 അതിൽ കൂടുതൽ ശതമാനം O ഗ്രൂപ്പാണ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത്. ഏറ്റവും കുറവ് ഉള്ളത് AB ഗ്രൂപ്പുകളാണ്. എങ്കിലും അതിൽ തന്നെ O നെഗറ്റീവുകാർ വളരെയധികം കുറവായിട്ടാണ് കണ്ടത്. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് അപൂർവമാണ് നമ്മൾ പറഞ്ഞു. ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആളുടെ ഡോണറിന്റെ ആന്റിജൻ ആണ് നോക്കുക. സോ ഡോണർ നമ്മളിപ്പോൾ കൊടുക്കുകയാണ്, ഞാനാണ് കൊടുക്കുന്നെങ്കിൽ എൻ്റെ ബ്ലഡിനകത്തുള്ള RBCക്കകത്തുള്ള ആന്റിജൻ ഏതാണ് എന്നായിരിക്കും നോക്കുക. റിസീവറോ സ്വീകർത്താവ് അല്ലെങ്കിൽ റിസീവറുടെ പ്ലാസ്മയിലുള്ള ആന്റിബോഡി ആയിരിക്കും നോക്കുക. സോ ഇത് രണ്ടും ആയിരിക്കും നോക്കുക. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ദെൻ സാധാരണ രീതിയിൽ O ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഏറ്റവും യൂണിവേഴ്സൽ ഡോണർ. സോ O ആൾക്കാരാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയാം. കാരണം അവർക്ക് രണ്ടു തരം ഇതുമില്ല, സംഭവമില്ല നമ്മൾ പറഞ്ഞു. ആന്റിജൻ എയും ഇല്ല, ആന്റിജൻ ബിയും അവർക്കില്ല. സോ കൊടുക്കാം. ദെൻ AB ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ഓക്കെ, സോ അതും അർത്ഥം മനസ്സിലായി കാണും. രണ്ടുപേർക്കും അവരുടെ പ്ലാസ്മയിൽ എയും ഇല്ല ബിയും ഇല്ല. സോ ദേ ക്യാൻ റിസീവ്. ഇനി ഇതിന്റെ കൂടെ RH കൂടി നോക്കണം കേട്ടോ. RHും കൂടി നോക്കണം. ഞാനത് പറയാനുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇനി നമുക്ക് വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നോയിങ് ബ്ലഡ് ഗ്രൂപ്പ്. ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോസ് മാച്ചിങ് എല്ലാം നോക്കിയിട്ട് നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തത് RH ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കും അല്ലെ. വെറുതെ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുക, ഡൊണേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. 3 പെറ്റേണിറ്റി ഇഷ്യൂസ്, പിതൃത്വ പരിശോധനകൾ അല്ലെ, പിതൃത്വ പരിശോധനകൾക്ക്. സോ ഇതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുക MNS സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിക്കുക. ദെൻ 4ാമത്തത് മെഡിക്കോ ലീഗൽ ഇഷ്യൂസ്, ഫോറൻസിക് പരമായിട്ട് ഉള്ള പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. 5ാമത്തത് നമുക്ക് ജനറ്റിക്കൽ സ്റ്റഡീസ്. സോ ജനറ്റിക്കൽ സ്റ്റഡീസിന് ബ്ലഡ് ആണ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതും സ്റ്റഡി ചെയ്യാനൊക്കെ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ യൂസസ് ഓഫ് നോയിങ് ബ്ലഡ് ഗ്രൂപ്പ്സ്. ഇനി നമുക്ക് ഡിഫറെന്റ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഒരുപാട് മെത്തേഡ് ഉണ്ട്. ലെവിസ് മെത്തേഡ് ഉണ്ട്, കെൽ മെത്തേഡ് ഉണ്ട്, ഡഫി, മലേറിയ, അതിനകത്തൊക്കെ നമ്മൾ പറയാം ഡഫി. ഓബർഗർ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. P ഗ്രൂപ്പ്, I ഗ്രൂപ്പ്, LP ഗ്രൂപ്പ്, YT ഗ്രൂപ്പ് ഉണ്ട്. കെൽ അടുത്ത ഗ്രൂപ്പാണ്. ഓക്കെ, ദെൻ കിഡാൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ദെൻ കോൺടോൺ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ഡീഗോ മറഡോണ. ഓക്കെ, ഡീഗോ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ലുതേറിയൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ദെൻ ബോംബെ. സോ ഇങ്ങനെ ഇതൊക്കെയാണ് അടുത്ത നമ്മൾ പറയുന്നത്. ഓൺലി ABOയും RH സിസ്റ്റമാണ്. അതല്ലാതെ ഇത്രയും കൂടി ചിലതാണ് ഇനിയും അഡീഷണൽ ഉണ്ട്. ഞാൻ കുറച്ച് കൗതുകരമായിട്ടുള്ള പേരുകൾ മാത്രം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.